ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. റീഡിങ്സ് ഫ്രീ അല്ല, പെയ്ഡ് പേഴ്സണൈസ്ഡ് റീഡിങ്സ് ആണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ ഈ ഒരു പ്രസന്റ് മൊമെന്റിലുള്ള കറന്റ് ഫീലിങ്സ് എന്താണ്? പ്രസന്റ് മൊമെന്റിലുള്ള കറന്റ് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ? ഫസ്റ്റ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കൂടുതലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു നേരിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ഫോണിലൂടെയുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കോമൺ ആണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ള ഒരു എനർജീസ് നമ്മൾ പറയത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു വൈഫ് വൈബ്, ആ ഒരു എനർജീസ് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇവരുമായിട്ട്. ഓക്കെ, സയൻസ് നോക്കുവാണെങ്കിൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വോയിസ് റിലേറ്റഡ് മേ ബി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയല്ല നിങ്ങളാണെങ്കിൽ നന്നായിട്ട് ഗായകനോ അങ്ങനത്തെ എന്തെങ്കിലും ഫീൽഡിലുള്ള ആളുകളുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി പാട്ട് പാടിത്തിട്ടുണ്ടാവാം മേ ബി, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടാവാം. ഐ ഡോണ്ട് നോ, ബട്ട് സംതിങ് റിലേറ്റഡ് ടു സോങ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ഫോൺ. അതുപോലെ തന്നെ 333 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 333 നമ്പേഴ്സ് സ്കാഡ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 333 ടെക്നിക്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നമ്മൾ എല്ലാ ഏഞ്ചൽ നമ്പേഴ്സിലും കുറച്ച് പ്രീഷ്യസ് ആയിട്ടാണ് നമ്മൾ ഈ 333 ഏഞ്ചൽ നമ്പേഴ്സിനെ കാണുന്നുള്ളത്. കാരണം എന്താ, അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ്. അത് 333 ടെക്നിക്സ് ഒക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വർക്ക്ഔട്ട് ആവും, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ 333 ടെക്നിക്സ് ചെയ്യുമ്പോഴും നമ്മൾ അത്രയ്ക്കും ശുദ്ധിയും വൃത്തിയും ഒക്കെ ആയിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു എനർജീസും ഇവിടെയുണ്ട്. 333 ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? കറന്റ് ഫീലിങ്സ് പ്ലീസ്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെത്തിന്റെ എനർജീസ്. ഇപ്പൊ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം വളരെ കുറച്ച് പേർക്കൊക്കെ. ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് അല്ലെങ്കിൽ 5 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ 5 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഇവിടെ കേട്ടോ. ഇറ്റ് മീൻസ് ഐ തിങ്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കുറച്ച് പേർക്ക് ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് പേരുടെയൊക്കെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നു പോയി നിന്നിട്ടുണ്ട്. അപ്പം വന്നു പോയി നിന്നിട്ടുള്ള ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ഇപ്പൊ ആയിരിക്കുന്ന ഒരു റിലേഷനെങ്കിലും സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള ബന്ധം ആയിരുന്നില്ല ഇതുവരെ ഉള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കം ട്രൂ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തി അഗാധമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിൽക്കണം, ഇവര് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ.
ആർക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള എനർജീസ് ആണ്. ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു എനർജി, സ്പെസിഫിക് മെസ്സേജ്, സ്പെഷ്യൽ മെസ്സേജ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളോട് ചെയ്തതിന് റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ യെസ്, ഒരു ബിഗ് എസ് ആണ് കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം വളരെ കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ മിക്കവരും മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കും. ഞാൻ ഇവിടെ 555 കണ്ടു, 455 കണ്ടു കേട്ടോ. ഏഞ്ചൽ നമ്പേഴ്സ് ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നുള്ളത്. യു ആർ ഹോണസ്റ്റ് വിത്ത് മീ. യു റെസ്പെക്ട് മൈ ഫാമിലി എന്നുള്ള ഒരു മെസ്സേജസ് ആണ് ലാസ്റ്റ്. ഇവിടെ ക്യൂ വന്നിട്ടുണ്ട് 4 തവണ കേട്ടോ. ക്യൂ കൂട്ടി സംതിങ്, മേ ബി നിങ്ങളുടെ പേഴ്സന്റെയോ നിങ്ങളുടെയോ എനർജീസിൽ ക്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ഥലപ്പേരായിരിക്കാം അല്ലെ പേരിലായിരിക്കാം ക്യൂ ഉള്ളത്. ഓക്കെ, എനിക്ക് ഇവരുടെ എനർജീസ് ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിങ്ങളെ കുറിച്ചിട്ട്, നമ്മളൊരു സെപ്പറേറ്റഡ് ആവുന്ന ടൈമിൽ നമ്മൾ ഒരാളെ കുറിച്ച് നല്ലത് ഓർക്കത്തില്ലേ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഇവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ വളരെയധികം ഹോണസ്റ്റ് ആയിട്ടിരുന്നിട്ടുണ്ട്, വളരെ ലവബിൾ ആയിട്ടിരുന്നിട്ടുണ്ട്, വളരെ ഒത്തിരി അധികം ഒരു വ്യക്തിയെ കെയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി നിങ്ങൾ ഇവരെ സ്നേഹിച്ചിട്ടുണ്ട്, ലോയൽ ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ലോയൽ ആയിട്ടൊന്നും ആരും ഈ വ്യക്തി എടുത്തിരുന്നിട്ടില്ല എന്നുള്ള ഒരു എനർജീസിലായി ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് കാണുന്നത്. അതായത് നമ്മൾ പറയത്തില്ലേ, ഇപ്പം നമ്മളോട് ആരെങ്കിലും മിസ്ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവരെ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതേസമയം നമ്മളോട് സ്നേഹത്തോടെ സംസാരിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തില്ലെങ്കിലും നമ്മളുടെ മനസ്സിൽ എല്ലാ കാലത്തും ആ ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നന്ദി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട്, ദൈവം തന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടത്തില്ലേ. അതുപോലെ നിങ്ങളൊരു ബ്ലെസ്സിങ് ആണെന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. പക്ഷെ ഇവരൊരിക്കലും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജീസ് അല്ല, ബിക്കോസ് ഇവിടെ നമുക്ക് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ പെന്റിക്കിൾസ് മാത്രമല്ല, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം റെസ്പെക്ട് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളോട് സ്നേഹമുണ്ട്, കുറച്ച് പ്രാക്ടിക്കാലിറ്റിയും നമുക്ക് ഈ ഒരു വ്യക്തിയിൽ കാണാൻ പറ്റും. പക്ഷെ അത് ഓവറായിട്ടൊരു പ്രാക്ടിക്കാലിറ്റി എന്നുള്ള ഒരു എനർജീസ് നമുക്കിവിടെ പറയാനൊക്കത്തില്ല. നോക്കാം കേട്ടോ, കാർഡ്സ് വെച്ച് നോക്കാം, ടെറോട്ട് വെച്ച് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ പ്രസന്റ് എനർജി എന്താണ്? പ്രസന്റ് കറന്റ് ഫീലിംഗ്സ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. യുവർ സൗണ്ട് 60 ഓവർ ദി ഫോൺ മെസ്സേജസിനെ ക്ലാരിഫൈ ചെയ്യൂ പ്ലീസ് ഡിവൈൻ. Please sound 60 over the phone. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു എനർജീസ് ആണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണക്ഷനിൽ ഒത്തിരി അധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും കണക്ഷൻ എങ്ങനെ എൻഡ് ആവുന്നത്, ഒന്നെങ്കിൽ ഒരു കണക്ഷനെ എൻഡ് ആക്കുകയാണ് മനഃപൂർവ്വം, നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഡൗട്ട് കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കണക്ഷൻ എന്താ പറയാ, അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എൻഡ് ആവുന്ന ഒരു എനർജി. പക്ഷെ ഇവിടെ ഓട്ടോമാറ്റിക് എൻഡിങ്സോ അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ഡ്രാമാറ്റിക്കലി എൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു എനർജീസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇവിടെ വരുന്നുള്ളത്. കാരണം ഈ ഒരു കണക്ഷനെ ഡ്രാമാറ്റിക്കലി എൻഡ് ചെയ്തിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ മനഃപൂർവ്വം ഈ ഒരു വ്യക്തി ഒരു കണക്ഷൻ എൻഡ് ആക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ ഒരു ടൈമിൽ, ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ, ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വ്യക്തിക്ക് എന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പറയില്ലേ എല്ലാ റിലേഷൻഷിപ്പും എൻഡ് ചെയ്യുന്നത് വളരെ ഹാപ്പി എൻഡിങ്സ് അല്ല, പെയിൻഫുൾ എൻഡിങ്സ് ആണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും എന്താ അല്ല ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡ് ആയതിന്റെ ആ ഒരു മുറിവുകൾ അത് അത്രയും ആഴത്തിൽ ഒരാളുടെ മനസ്സിൽ പതിഞ്ഞു നിൽപ്പുണ്ട്. നിങ്ങളുടെ എനർജീസ് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ
വളരെ ആഴത്തിൽ ആ ഒരു മുറിവുകൾ, ഈ ഒരു വ്യക്തി പറഞ്ഞ വേർഡ്സുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതികൾ, അതൊക്കെ വളരെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം എന്താ പറയാ, ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ഒരു ആയുധം വെച്ച് കുത്തുന്നതിലും ഭയങ്കരമായിട്ടും പെയിൻഫുൾ ആയിട്ടായിരിക്കും ആ വേർഡ്സ് ഉള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ആയുധം വെച്ച് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വായിലിരിക്കുന്ന നാക്ക് ഉപയോഗിച്ചാൽ മാത്രം മതിയാവും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി അധികം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ അപ്പം ആ ഒരു ഡീപ് വുഡിനെയാണ്, ആ ഒരു എനർജീസിനെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്, സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ. ഈ ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം ഇതൊരു എൻഡ് ആയിട്ടുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ ആ ടൈമിൽ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പെയിൻ ഈ ടൈമിൽ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. വൈ ഹിയർ ഈസ് യുവർ വൈസ് ആൻഡ് വിറ്റി മെസ്സേജസ് പ്ലീസ് കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുള്ളത്? വൈ ഹിയർ ഈസ് 5 of cups. 5 of cups. See, ഇവര് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുമുണ്ട്. ഓക്കെ. പക്ഷെ നമ്മളിപ്പം ഒരു കണക്ഷനിൽ നമ്മൾ ഫിസിക്കലി മൂവ് ചെയ്താലും പലപ്പോഴും നമുക്ക് മെന്റലി മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിപ്പം എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ പറയുന്നുണ്ടാവും എനിക്ക് ഈ ഒരു കണക്ഷൻ വേണ്ട. ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ പ്രാക്ടിക്കലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ പ്രാക്ടിക്കലി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഇമോഷണലി നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല. ഇപ്പോഴും ഇവർ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ നിങ്ങളോടുള്ള ഇമോഷൻസിൽ ആ ഒരു ഫീലിങ്സിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മളുടെ അടുത്ത് ജെനുവിൻ ആയിട്ട് ഒരു തവണയെങ്കിലും നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണക്ഷനിൽ നിന്ന് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിക്കും ഈ ഒരു കണക്ഷനിൽ നിന്ന് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഈ ഒരു വ്യക്തിയെ ബാക്കിലേക്ക് വലിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പം ഞാൻ മാത്രമാണ് ഈ ഒരു കണക്ഷനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ആരും. ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അധികം വലിയ മൈൻഡ് കൊടുക്കുന്നുണ്ടാവില്ല. നേരത്തെ നിങ്ങൾ അവരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് നിങ്ങൾ പോയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ അവരുടെ കൈയും കാലും പിടിക്കുകയോ അല്ലെങ്കിൽ ഇവരോട് ബെഗ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മാത്രം ഈ ഒരു കണക്ഷനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് അല്ലെങ്കിൽ അവനല്ലെങ്കിൽ അവൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു കൂസലും ഇല്ല എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ. സോ നെഗറ്റീവ് ആയിട്ട് ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. അപ്പം നമ്മളിപ്പം എന്ത് മിസ്റ്റേക്ക് ചെയ്താൽ എന്താണ്, നമ്മൾ നമ്മളെ തന്നെ സ്വാധീകരിക്കാറുണ്ടല്ലോ പലപ്പോഴും. ഇപ്പൊ എല്ലാ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി, ഒരു ക്യാരക്ടർ അതാണ്, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സിന് നമ്മളെ തന്നെ നമ്മൾ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനിയിപ്പം ഞാൻ അവൾ എന്നെ സ്നേഹിച്ചു അല്ല അവൻ എന്നെ സ്നേഹിച്ചു എന്നുള്ള ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കാതെ ഇനി മൂവ് ഓൺ ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ബട്ട് അവർക്കത് പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസ്. ആൻഡ് ഐ യൂസ് റെസ്പെക്ട് ആൻഡ് എവറിത്തിങ് ഐ ലൈക്ക് സ്ട്രെങ്ത്. ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന എന്താണെന്നറിയോ, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫീലിങ്സ്, ഇമോഷൻസും ഒക്കെ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, നീ വളരെ ഇമോഷണൽ ഫൂളാണ്, ഭയങ്കര ഇമോഷണൽ ആണ്, മറ്റുള്ള കാര്യം എപ്പോഴും അങ്ങ് ഇമോഷണൽ ആയിട്ടാ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ചില്ലായിട്ടിരിക്കും, കൂളായിട്ടിരിക്കും, പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും, വരുന്ന കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ അത്ര വലിയ സീരിയസ്നെസ് ഇല്ലാതെ ആയിരിക്കാം ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പ്രസന്റ് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഒരു എനർജീസിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫിയർ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ മാസ്റ്റർ ആയിട്ടുണ്ട് ഇമോഷൻസിനെ ലേൺ ചെയ്യാൻ, ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ നിങ്ങൾ ഈ ഒരു വ്യക്തി വിളിച്ചില്ലെങ്കിൽ പ്ലീസ് എന്നോട് വിളിക്കുക, എണീറ്റിട്ട് പോവല്ലേ എന്നുള്ള ഒരു എനർജിയിൽ ഇവർ വരുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്റർ ആയിട്ടുണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ, ഫീലിങ്സിനെ, ആൻസൈറ്റിയെ സപ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹൈഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ അവരുടെ അടുത്ത് ബെഗ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ കുറെ അധികം ഈ ഒരു കണക്ഷനെ ഗിവപ്പ് ചെയ്തു എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഇവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന എനർജീസ് ആണ് കേട്ടോ.
ഫീലിങ്സ് കുറച്ച് കൂടിപ്പോയോ ടൈം? സോ ചുരുക്കി പറയാം, എല്ലാവരും പറയും നിങ്ങൾ വന്നു കഴിഞ്ഞ ഉടനെ അങ്ങ് പ്രസംഗം തുടങ്ങി, നിങ്ങൾ നിർത്തിയില്ലെന്ന് പറയും കമന്റിൽ വന്നു. അതുകൊണ്ട് ചെറുതായിട്ട് പറയാം. ഓക്കെ. സോ ഇപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് പോസിറ്റീവ്, നമ്മളിപ്പോ ഒരാളെ കുറിച്ചിട്ട് ഈ നിങ്ങളെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടും ചിന്തിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഈ ഒരു വ്യക്തി നെഗറ്റീവ് ആയിട്ടും ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്താണ്, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തു, നിങ്ങൾ ഇനി ഒരു കണക്ഷനിൽ ഇൻട്രസ്റ്റഡ് അല്ല, ഞാൻ മാത്രമാണ് ഈ ഒരു കണക്ഷനിൽ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്തത്, ഞാൻ മാത്രം, എന്റെ ഫീലിങ്സ് ആയിരുന്നു ജെനുവിൻ, അവരെന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള ഒരു വിക്ടിം റോൾ ഈ ഒരു വ്യക്തി പ്ലേ ചെയ്യുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം ഈ ഒരു വിക്ടിം റോളിന്റെ എനർജീസ് ആണ് എഗെയിൻ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഡെവിലിന്റെ കാർഡ്. ഡെവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുമായിട്ട് ഇവരുടെ ട്രൂ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പവർലെസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇവരെന്നുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു കൺട്രോൾ ഇവരുടെ കയ്യിൽ നഷ്ടപ്പെടും. നിങ്ങൾ പിന്നെ ഇവരെ കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു ഈഗോ ആറ്റിറ്റ്യൂഡ് അല്ല, ടോക്സിക് ബിഹേവിയർ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ട്രൂ ഫീലിങ്സോ ഇമോഷൻസോ നിങ്ങളുടെ അടുത്ത് വന്ന് കൺട്രോൾ ചെയ്താൽ നിന്നിട്ടുള്ളത്. ഇവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഒരു ട്രൂ ഫീലിങ്സ് ഇമോഷൻസോ ഒന്നും. സോ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന എന്താണ്, എന്റെ ലൈഫിനെ തീരുമാനിക്കുന്നത് ഞാനാണ്, എന്റെ ലൈഫിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. സോ ഇവര് വിക്ടമൈസ്ഡ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുകയാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഇരയായി തീർന്നത്, ഞാനാണ് പറ്റിക്കപ്പെട്ടത്, എനിക്കാണ് നഷ്ടമായിട്ടുള്ളത്, ഞാനാണ് ഇപ്പം എല്ലാത്തിനും അവസാനം ഇപ്പൊ ഞാനാണ് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഒരു പ്രശ്നം, അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല, നൈസായിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഞാനാണ് ഈ ഒരു കണക്ഷനിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് കരഞ്ഞു കൂവി നിലവിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു എനർജീസിൽ വിക്ടം റോള് പ്ലേ ചെയ്യുന്ന ഒരു എനർജീസ് ആണ് ഈ ഒരു വ്യക്തിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നമ്മള് ഈ പിള്ളേരൊക്കെ പറയത്തില്ലേ, മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ട് പറയും, എന്താ പിള്ളേര് അവരവര് തന്നെ ഞാനൊന്നും ചെയ്തില്ല, എന്നിട്ട് വിക്ടം പ്ലേ ചെയ്യുമല്ലോ പിള്ളേര്, കുഞ്ഞു മക്കളൊക്കെ പ്ലേ ചെയ്തില്ലേ, മിസ്റ്റേക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വിക്ടം ആണെന്നുള്ള ഒരു എനർജി. എൽഡർ സിസ്റ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അനിയത്തി ചേട്ടനും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ തലയിലേക്ക് ആ മിസ്റ്റേക്സ് വെക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ ഇവർ നിങ്ങളുടെ തലയിലേക്ക് എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്ന ഒരു എനർജി. അങ്ങനെ പഴിചാരി ഇവര് സേഫ് സോണിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ. ഓൾറെഡി പറഞ്ഞു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിട്ടുള്ളവരുടെ എനർജീസ് ഞാൻ പറഞ്ഞു. ഐ തിങ്ക് ഈ ഒരു വ്യക്തി അഗെയിൻ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർക്ക് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സ്പാർക്ക്, ആ ഒരു അഡിക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ ഇവിടെ വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വീണ്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു സെയിം അട്രാക്ഷൻ, ആ ഒരു എനർജീസ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഇവർ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാ വരേണ്ടത് എന്നുള്ള രീതിക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിങ്ങളുടെ അടുത്തുമായിട്ട് കൺവിൻസ് ചെയ്യാം, എങ്ങനെ നിങ്ങളെ വീണ്ടും ട്രാപ്പ് ആക്കാം, എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ച് വീണ്ടും വരാം എന്നുള്ള ഒരു എനർജീസ് ആണ്. ബട്ട് സീരിയസ്ലി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തരുന്നുണ്ടാവില്ല. നിങ്ങൾ അത് പ്രതീക്ഷിച്ച് ഒരിക്കലും ഇയാൾ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു കമ്മിറ്റ്മെന്റോ സ്റ്റെബിലിറ്റി ഒരു വ്യക്തി തരാനായിട്ട് തയ്യാറല്ല. ജസ്റ്റ് ഒരു അട്രാക്ഷന്റെ പുറത്തേക്ക് ഇവിടെ വരുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇതൊരു കാർമിക് സോൾമേറ്റ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ മൊത്തം നെഗറ്റീവ് കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. 10 ഓഫ് സോർട്സ്, 8 ഓഫ് സോർട്സ്, ഡിവിൽ, പേജ് ഓഫ് കപ്സ്, റെഡ് ഫ്ലാഗ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമുക്കൊരു ഗ്രീൻ ഫ്ലാഗ് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആകെപ്പാടുള്ള ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജീസ്, നിങ്ങളൊരു ഗ്രീൻ ഫ്ലാഗ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരു ഗ്രീൻ ഫ്ലാഗേ അല്ല. സോ അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയായിരുന്നു ഇവരുടെ കറന്റ് ഫീലിങ്സ് ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. സോ ബൈ ഗൈസ്, സീ യു.